ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള റാഗിപ്പുട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി 2 ഗ്ലാസ് റാഗിപ്പൊടി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാനൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും പഞ്ചസാര ചേർത്താൽ. കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതൊന്ന് കുഴച്ചെടുക്കുക. ഞാനിവിടെ ചെറിയ ചൂടുവെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു പാകം എന്താണെന്ന് പറഞ്ഞുതരാം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചൊന്ന് കറക്റ്റ് പാകമാകുമ്പോൾ പറഞ്ഞുതരാം. അധികം വെള്ളം കൂടി പോകാതെ നോക്കണം. കുറേശ്ശെയായിട്ട് കുഴച്ചെടുക്കുക. ഇതുപോലെ ആയി കഴിയുമ്പോൾ ഒന്നിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അത് പൊട്ടിപ്പോകാൻ പാടില്ല. അതാണ് അതിൻ്റെ ശരിക്കുള്ള പാകം. ഇനി അത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ പുട്ട് നല്ല സോഫ്റ്റായി കിട്ടും. സാധാരണ ഈ റാഗിപ്പുട്ട് ഭയങ്കര കട്ടിയായിട്ടാണ് കിട്ടാറ്. ഇത് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായിട്ട് ഒരു സെക്കൻഡ് ഒന്ന് കറക്കിയാൽ മതിയാവും. പൾസ് മോഡിലൊന്ന് കറക്കിയെടുക്കുക. അങ്ങനെ എല്ലാ പൊടികളും മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് പുട്ടിൻ്റെ പാത്രത്തിലേക്ക് ഇടാം. ഞാൻ ഇതുപോലത്തെ പുട്ടിൻ്റെ കുറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി ആ പൊടികളെല്ലാം നിറയ്ക്കുക. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ അതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി കുക്കറിൻ്റെ മേലെ വെച്ചിട്ടാണ് ഞാൻ ആവി കയറ്റുന്നത്. ഒരു 2-3 മിനിറ്റ് ആവി കയറിയാൽ മതിയാകും. അപ്പോൾ തന്നെ അത് വെന്ത് കിട്ടുന്നതായിരിക്കും. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തിയിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു റാഗിപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഇട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റാഗിപ്പുട്ടും റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.